ഖത്തറിലെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോയത് ഒരു മ്യൂസിയമാണ്, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. ഞങ്ങൾ പോയി ആ കോമ്പൗണ്ടിൽ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് അത് ഇന്ന് തുറക്കുന്ന ദിവസമല്ല. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല, പക്ഷേ അതിൻ്റെ കോമ്പൗണ്ടോടെ ഞങ്ങൾ ട്രാവൽ ചെയ്തു. ഒരു വലിയൊരു ലോൺ ഏരിയ തന്നെയുണ്ട്. അവിടെ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ഓതൻറ്റിക് ട്രഡീഷണൽ ബോട്ട്സൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ബഗ്ഗി റൈഡ് എടുത്തു. നടക്കണമെങ്കിൽ കുറേ ദൂരം നടക്കുന്നതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫുൾ കവർ ചെയ്യണമെങ്കിൽ. ബഗ്ഗി റൈഡ് ഞങ്ങളെടുത്ത് ഞങ്ങൾ അതിൻ്റെ കടലിൻ്റെ തീരത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെ ഒരു കഫേ പോലെ ഒരു ഡേ ടൈം ആയതുകൊണ്ട് ആൾക്കാരും കുറവാണ്. പിന്നെ വീക്ക് ഡേയും കൂടി ആയിരുന്നു, ആരും ഉണ്ടായില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി കടലിൻ്റെ ആ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ ദോഹയുടെ ഒരു സ്കൈലൈൻ വ്യൂ, അടിപൊളി വ്യൂ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ അതൊക്കെ നീങ്ങി. വണ്ടി നമ്മളെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ വണ്ടിക്കാരൻ നമ്മൾ ചെറിയൊരു ടിപ്പൊക്കെ കൊടുക്കേണ്ടി വന്നു. ടിപ്പൊക്കെ കൊടുത്ത് ഞങ്ങൾ ഒരു ചെറിയൊരു ലിഫ്റ്റൊക്കെ കയറി മേളിലേക്ക് എത്തി. ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലിരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ. തൊട്ടപ്പുറത്തെ സ്ഥലത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ കോർണിഷ്, നമ്മൾ ബോട്ടിങ്ങിന് പോയ കോർണിഷൊക്കെ. അപ്പോൾ ഇതെല്ലാം അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം ആ ഭാഗത്തൊക്കെ നിന്ന് ഞങ്ങൾ പതുക്കെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അടുത്ത സ്ഥലത്തേക്ക് പോയത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഒരു ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ, നമ്മൾ കേരളത്തിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ എന്തെങ്കിലും ബ്രാഞ്ചാണോ എന്ന സംശയമായിരുന്നു. പക്ഷേ അതല്ല, അവിടെ അവരെ ഇന്ത്യൻ കൾച്ചർ കാണിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അത്രയ്ക്കേ ഉള്ളൂ. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഫുള്ള് ഇന്ത്യൻ റിലേറ്റഡ് ഫോട്ടോസും കുറേ രസകരമായ ഫോട്ടോസ് അവിടെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു. പിന്നെ ഇന്ത്യൻ കൾച്ചർ കാണിക്കുന്ന കുറേ പ്രോപ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ പിന്നെ അവിടുത്തെ ഡിഷസ് ആയാലും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന, നോർത്ത് ഇന്ത്യയിൽ എക്സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന കുറേ ഡിഷസും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ ദോശ കാര്യങ്ങളൊക്കെയും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ദോശയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് എടുത്തത്. പക്ഷെ നല്ലൊരു ആംബിയൻസ് വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇന്ത്യൻ കോഫി ഹൗസ്. നമുക്ക് ഇന്ത്യൻ ഡിഷസ് നമുക്ക് ഖത്തറിൽ പോയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഒന്നാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.